നാഷണൽ ഗെയിംസ് കേരളത്തിന് ഒരു അഭിമാനകരമായ നേട്ടമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. നാഷണൽ ഗെയിംസിൻ്റെ നടത്തിപ്പ് ഏറ്റവും മികവുറ്റതായി എന്ന് പങ്കെടുത്ത എല്ലാവരും ഒരുപോലെ അഭിപ്രായപ്പെട്ടു. സ്പോർട്സിൻ്റെ അടിസ്ഥാന സൗകര്യങ്ങൾ വൻതോതിൽ നമുക്ക് വർദ്ധിപ്പിക്കാനും സാധിച്ചു. ഒരു നല്ല കേരളം, നന്മ നിറഞ്ഞ കേരളം, അതിലേക്കായി മൊട്ടിട്ട് വിരിഞ്ഞതും വിരിയാൻ തുടങ്ങുന്നതുമായ വിവിധ പദ്ധതികൾ ഇനിയും വന്നു ചേരും. ഗവൺമെൻറ്റിന് സാമ്പത്തിക പരിമിതികളുണ്ട്, പ്രയാസങ്ങളുണ്ട്. പക്ഷേ വികസന രംഗത്തും കരുതൽ പരിപാടികൾക്കും ഒരു വിധത്തിലും ആ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ തടസ്സമാകരുത് എന്നുള്ള ദൃഢനിശ്ചയത്തോടു കൂടിയാണ്, ഇച്ഛാശക്തിയോടു കൂടിയാണ് ഗവൺമെൻറ് മുമ്പോട്ട് പോകുന്നത്. ഇനി കേരളം എന്ന മഹാശരീരത്തിൽ രോഗങ്ങളില്ല, തടസ്സമില്ലാത്ത രക്തക്കുഴലുകൾ, ആരോഗ്യദൃഢമായ അവയവങ്ങൾ, ഊർജ്ജസ്വലമായ ശരീരം. അക്ഷരാർത്ഥത്തിൽ ഈ സർക്കാരിന്റെ വരവിലൂടെ കേരളത്തിന്റെ ഉയർത്തെഴുന്നേൽപ്പായിരുന്നില്ലേടാ പുണ്ണി? ഇങ്ങനെ പറഞ്ഞു വരുമ്പോ നമ്മളൊരു കാര്യം ഓർക്കണം. ഞാനും നീയും ഈ കേരള സമൂഹവും എല്ലാം ഈ സർക്കാരിന്റെ ഗുണഭോക്താക്കളാണ്, ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ. അതിൻ്റെ ഒരു സ്മരണ നമുക്ക് വേണമില്ല. കൊച്ചു കൊച്ചു പിഴവുകളെ പർവ്വതീകരിക്കാതെ വലിയ വലിയ നന്മകളെയും വിജയങ്ങളെയും നമ്മൾ ഓർമ്മിക്കണം, നന്ദിയോടെ ഓർമ്മിക്കണം. അത് വേണ്ടേ പുണ്ണി? തീർച്ചയായും. ആ എടാ, ഈ പറഞ്ഞതെല്ലാം നിന്റെ പ്രോജക്റ്റിന് വേണ്ടിയാണെങ്കിലും ഇത് ഈ സർക്കാരിന്റെ പ്രോഗ്രസ് റിപ്പോർട്ടായി കണക്കാക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ സർക്കാരിന് എത്ര മാർക്ക് കൊടുക്കാം? ഇപ്പോഴാണെങ്കിൽ 100 കൊടുക്കാം. അത് നീ പേടിക്കണ്ട. ഉമ്മൻചാണ്ടി സാറല്ലേ അവസാന വർഷം പുള്ളിക്കാരന് ഒരു പിടി പിടിക്കും. അപ്പോൾ നീ 100-ൽ 100 തന്നെ കൊടുക്കേണ്ടി വരും. നോക്കിക്കോ. സാമൂഹിക പ്രതിബദ്ധതയോടെ ഉമ്മൻചാണ്ടി സർക്കാർ 5ാം വർഷത്തിലേക്ക്. നമ്മുടെ സർക്കാർ നമ്മോടൊപ്പം.